വെച്ചിട്ട് കാര്യമില്ല, കൂട്ടുകൊടുക്കണം. ചെറിയ ചാനൽ വളർന്ന് വരുന്നത് നമുക്ക് സന്തോഷമല്ലേ? ഒരുപാട് സന്തോഷം. ഉഷ ചേച്ചി, ഒരു ചേച്ചി ഒരു ചേച്ചിക്ക് മുകളിൽ വരണം എന്ന് പറഞ്ഞു പോയിട്ട് പറഞ്ഞു പോയിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി. അഗ്നിക്കുട്ടി എന്ന് വെച്ച് വിളിച്ചത് വാട്സപ്പിലിട്ട് മെസ്സേജ് ഇടുന്നത്. അതെ കിങ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കിങ്ജി. കിങ്ജിയുടെ വീട്ടെവിടാ? പറ വരാനെന്ന്. ഞാൻ പറഞ്ഞുതരാം ചേച്ചീനോട്. എനിക്ക് ഇനിയിപ്പം അവിടെ വാട്സപ്പിൽ കയറിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഇതിലേക്ക് എത്തുമ്പം ഓരോ ചാനലുകാർക്കും നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് എന്ന് ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ട വാക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. ഞാൻ ശരിക്കും ഇതില് എല്ലാവർക്കും ഇപ്പം ഞാൻ ബ്ലൂ കൊടുക്കുന്നില്ലേ, ഇതുപോലെ ഞാൻ ഐഡിക്കും ചാനലിനും ഒക്കെ ബ്ലൂ കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നേ. ഒരു ദിവസം എനിക്ക് കിട്ടിയത് 19ഓളം ചാനലിനെ ഇതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്, ആരാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ആര് ചെയ്താലും വളരെയേറെ വലിയൊരു ഉപകാരം ചെയ്തു തന്നു. 19ഓളം ചാനലിനെ എനിക്ക് അതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് തന്നു. പിന്നെ കുറെ ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വേർഡ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഹാഷ്ടാഗ് ഒന്നും മര്യാദയ്ക്ക് കിട്ടുമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി. അതിനുശേഷം ഈ ചാനലില് നമ്മൾ എത്ര ഇതാക്കിയിരുന്നാലും മറ്റു ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇതുപോലെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ കമന്റ് ഇട്ടുകൊണ്ടിരുന്നൊരു ഇത്രയും ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു രീതിയിൽ എല്ലാവരെയും കണ്ണ് തള്ളിച്ചുകൊണ്ട് പോയ ഒരു ലൈവായിരുന്നു അത്. പെട്ടെന്നാണ് ഒറ്റയടിക്ക് ഇതുപോലെ ഹായ് തീർന്നത്. ഇങ്ങനെ പോയാലും ഒരു 70-80 ലൈക്ക് ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ചാനൽ. ഇന്നിങ്ങനെ ഇപ്പോഴും ഞാൻ പറയുന്നു, ശ്രീ, ഞാൻ ശ്രീ എന്ന് വിളിക്കുന്നത് നിങ്ങളെല്ലാം കൊല്ലം എന്ന് വിളിക്കുന്ന അവനാണ്. അവൻ ഇവിടെ ഇതുപോലെ എനിക്ക് കട്ടയ്ക്ക് അതുപോലെ സപ്പോർട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പോകുന്നത്. അത് വേറൊരു സത്യാവസ്ഥ. അതേന്ന് പറയുന്നുണ്ട് ശ്രീ. അല്ലാതെ ഐഡികൾ വെച്ചിട്ട് മറ്റുള്ളവരെ പോലെ അവർക്ക് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് ആ ചാനൽ മാത്രം മുന്നോട്ട് നയിക്കുന്ന ശീലം എനിക്കില്ല. എല്ലാവരോടും എനിക്ക് ഒരുപോലെ തന്നെ ഒരുപാട് സ്നേഹം കിഞ്ചി. എന്നെ പോലെ തന്നെ നീ അപ്പോ അല്ലേ? അതെ, ശ്രീയെ പോലെ തന്നെയാണ് അവന് ചെയ്യുന്ന. ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നല്ല മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ തന്നെയാണ് കേട്ടോ. പല ചാനലുകളിൽ പോയിട്ട് അവരുടേതായ സ്വഭാവം കാണിച്ചു. പല ആൾക്കാരെയും അവർ ദ്രോഹിക്കുന്നത് പോലെ നമ്മൾ ആരെയും നിരോധിച്ചിട്ടില്ല. എന്നെ കൊണ്ട എന്നെ എന്നെ കൊണ്ടാവുന്നത് പോലെ അവർക്ക് നല്ല പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഗുണം ഈശ്വരൻ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തരുമെന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമാണ് കേട്ടോ. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നോ നമുക്ക് ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്നൊന്നും കിട്ടില്ല. പകരം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടും കൊണ്ടുപോകുന്നത്. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ, എന്ത് കാര്യം കയ്യിൽ കിട്ടിയാലും അതിനെ കൊണ്ട് ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അവർക്ക് സമാധാനം പകർന്നു കൊടുക്കുക. ഒരു വാക്കുകൊണ്ടായാൽ പോലും നമ്മൾ വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെയല്ലേ. അത്രേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നത് ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, ആരെയും വേദനിപ്പിക്കുന്നതും അല്ല.
ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറെ സത്യങ്ങളുണ്ട്. ഞാൻ അനുഭവിച്ച കുറെ വേദനകളുണ്ട്.